ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം വൈകുന്നേരമാണ് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് ചായ കൂടി കഴിഞ്ഞ് കുറച്ച് സമയം സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഭക്ഷണത്തിൻ്റെ സമയമായി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. വലിയൊരു സദ്യ തന്നെയായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ച് ഞങ്ങൾ സംസാരം തുടങ്ങി. സംസാരം തീരുന്നില്ല. 12:30 1 മണിയായി. 1:30 മറ്റോ ആണ് കിടന്നുറങ്ങിയത്. നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു. നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. പുട്ടും ചിക്കനും അതുപോലെ തന്നെ നല്ല കിട്ടിലും ദോശയും ചമ്മന്തിയും ഉണ്ടായിരുന്നു. ദോശ ആൻറ്റി ചൂട് ചൂട് ചുട്ട് അപ്പാടം തരുന്നതായതുകൊണ്ട് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻറ്റിക്ക് ഇത് തന്നെയായിരുന്നു പണി. ഉച്ചത്തേക്കുള്ള ഫുഡ് ഞങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും മാളുവിൻ്റെ റെസിപ്പിയാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മന്തിയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും പെർഫെക്ഷനോടെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ആദ്യം കഴുകി വെച്ച ചിക്കൻ എടുത്ത് ഒരു പാത്രത്തിലേക്കിട്ട് അത് നന്നായിട്ട് ഈർക്കിൽ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ കുത്തി കുത്തി ഹോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്തോട്ട് 2 വലിയ സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ചതച്ച ജീരകം, അതുപോലെ തന്നെ 2 മാഗി ക്യൂബ്. പിന്നെ നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം ആണ് കേട്ടോ. അത് ഏറ്റവും കുഞ്ഞിതായിട്ട് എങ്ങനെ അരിയാൻ പറ്റുമോ അങ്ങനെ അരിയുക. കാരണം ഇത് ചിക്കനിൽ നമുക്ക് കാണാനുണ്ടാവില്ല. അത് അതിനകത്തോട്ട് വെന്ത് അടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കൂടെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞ് വളരെ കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് അതിലേക്കിടുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 150 ml സൺഫ്ലവർ ഓയിൽ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡറും ഓരോ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് കൈ കൊണ്ടാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ കുഴച്ച് ഒരു പരുവാക്കാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് ഇത് കുഴച്ച് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു രൂപത്തിലെത്തുമ്പം നമ്മളൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ സമയം കൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്തി ഉണ്ടാക്കാനുള്ള റൈസ് ഉണ്ടല്ലോ, മന്തി റൈസ്, അത് വെള്ളത്തിൽ കുതിർത്തിടണം ഒരു 1 hour. എന്നിട്ട് നമ്മൾ നേരെ പോയത് തോട്ടിലേക്കാണ് കേട്ടോ. ഈ 1 hour നമ്മൾ ആനന്ദകരമാക്കാൻ തോട്ടിലാണ് ചെന്നത്. നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ തോടൊന്നുമില്ല കേട്ടോ. മഴയത്ത് പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നേരെ വന്ന് ഒരു കട്ടനും തട്ടി കൂടെ നല്ല ക്രിസ്പി മുറുക്കുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ അടുക്കളയിലേക്ക് കയറി ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എല്ലാം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നേരെ ആ ഒരു പാൻ അടക്കം അടുപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്യുകയല്ല ചെയ്യുന്നത്, വേവിക്കുക എന്ന് പറയാനും പറ്റില്ല. ഇതിൻ്റെ രണ്ടിനും ഇടയിൽ കറക്റ്റ് ഒരു പരുവാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾക്ക് കുറച്ച് ടൈം കിട്ടി. ആ സമയം കൊണ്ട് അവിടെ ഇരുന്നൊരു മൈലാഞ്ചി എടുത്ത് ചുമ്മാ കയ്യിലൂടെ ഇടുകയാണ് കേട്ടോ. നേരെ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്ന് 10 മിനിറ്റ് ഒരു സൈഡ്, 10 മിനിറ്റ് ഓപ്പോസിറ്റ് സൈഡ്, അങ്ങനെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ചും മറിച്ചും ഇടുന്നത് ഭയങ്കര ഒരു പാടായിരുന്നു. ഒന്നാമത് ഒരു ചെറിയ പാത്രത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി വലിയ പാത്രമാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ചേർന്നിട്ട് എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഉണ്ടാക്കുക എന്ന് പറയുമ്പം അതിലൊരു പ്രത്യേക സന്തോഷമുണ്ടല്ലേ. നമ്മൾ തനിച്ച് വീട്ടിലുണ്ടാക്കുമ്പോഴും അതുപോലെ ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുമ്പോഴും രണ്ടും 2 ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇനി നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം. ഒരു വലിയ കലത്തിലാണ് കേട്ടോ നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിലേക്ക് നമ്മളൊരു മാഗി ക്യൂബ് നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കൂടെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണാണ്. ഇനി നമുക്ക് ഉപ്പാണ് ആഡ് ചെയ്യേണ്ടത്. ഉപ്പ് ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടാണ് ഞാനന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ അളവും അതുപോലെ തന്നെ അരിയുടെ അളവും നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി വെള്ളം കുറച്ച് നന്നായിട്ട് കളഞ്ഞ് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അത് വേവാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. മയോണൈസ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും തരംതിരിക്കലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പല ട്രിക്കും പരീക്ഷ നോക്കി അവസാനം നമ്മൾ കയ്യിലിട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ച്. ഗാർലിക്ക് കയ്യിൽ വരച്ചിട്ട് ഉണ്ണി പതുക്കെ പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വേർപിരിഞ്ഞ് വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കത് വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കയ്യിലേക്കിട്ട് മുട്ടയുടെ വെള്ള താഴോട്ട് വരുന്ന രീതിയിൽ പിടിച്ച് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് തരം തിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം ശ്രദ്ധിച്ചാണ് മാളു അത് ചെയ്യുന്നത്. കാരണം ഒരു ഉണ്ണി പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രയും ചെയ്തത് വേസ്റ്റ് ആവുമല്ലോ എന്നതുകൊണ്ട്
വളരെ ശ്രദ്ധിച്ച് പാവം 5 എണ്ണത്തിൻ്റെ എടുത്തു കേട്ടോ. 5 മുട്ടയായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ച കുരുമുളകും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച് നേരെ നോക്കിയിട്ട് ചോറാണ്. ചോറ് ഓൾമോസ്റ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 85% കേട്ടോ നമ്മളതിനകത്തോട്ട് വേവിച്ചെടുക്കുന്നത്. അത് നമ്മൾ നേരെ ഊറ്റി വെച്ചതിന് ശേഷം ചിക്കൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ചിക്കനും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് സെറ്റായിട്ട് ചിക്കൻ വെന്ത് വരുമ്പോഴാണ് നമ്മൾ അതിനകത്തോട്ട് കുരുമുളക് ആഡ് ചെയ്യുന്നത് കേട്ടോ. കുരുമുളക് പൊടിക്കുന്നില്ല, അങ്ങനെ തന്നെ മുഴുവനായിട്ടും ഒരു 3/4 ടേബിൾ സ്പൂണ് കുരുമുളകാണ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്, ചോറും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടണം. മന്തി എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു പുകച്ചവയാണല്ലേ ഓർമ്മ വരുന്നത്. അതെ, നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കരിക്കഷ്ണങ്ങൾ ഇങ്ങനെ ചകിരിയിലിട്ട് ഊതിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ കരിക്കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഒരുമിച്ചാക്കണം. നമ്മുടെ കരിക്കഷ്ണം റെഡി ആയിട്ടുണ്ട്. ഈ സമയം തൊട്ടപ്പുറത്ത് മന്തിയുടെ കൂടെ കഴിക്കാനുള്ള ചട്നി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഒരു ജാറിലേക്ക് ഒരു വലിയ തക്കാളി 4 കഷ്ണമായിട്ട് തൊലി ചെത്തിയത് ഇട്ട് കൊടുത്ത് അതിനകത്തോട്ട് 2 പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഒരു 8 കുഞ്ഞു അല്ലികളായിട്ടുള്ള ഗാർലിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലാണ് കേട്ടോ കൂടെ ഇട്ട് കൊടുക്കുന്നത്. കൂടെ ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് അതിനകത്തോട്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തത് അതിൻ്റെ പകുതി കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമ്പം ഒരു കിടിലൻ ചട്നി കിട്ടും കേട്ടോ. ദമ്മിൻ്റെ പരിപാടിയാവാം. ഇതുപോലെ ഗ്യാസ് സ്റ്റൗവിലേക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പാൻ അല്ലെങ്കിൽ ഒരു ദോശക്കല്ലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടാണ് ഈ ചെമ്പ് വെച്ച് കൊടുക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടെ നന്നായിട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് നന്നായിട്ട് പരത്തി വെച്ചതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു റൈസ് മുഴുവനായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 രീതിയിൽ ചെയ്യാം. ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് ആദ്യം ചിക്കൻ ഇട്ട് അതിന് ശേഷം ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് കലക്കിയിട്ടാണ് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. പലരും ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി മാത്രം കുറച്ച് ലൈറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ചുകൂടി റൈസ് ഇട്ടു. ഇങ്ങനെ ചെയ്ത ഈ റൈസിലേക്ക് നമ്മൾ പച്ചമുളകാണ് കേട്ടോ കുത്തി വെക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 4 5 പച്ചമുളക് എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെൻറ്ററിൽ ഒരു കുഞ്ഞു കുഴി ഉണ്ടാക്കി ഒരു ബൗളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കറിക്കഷ്ണം ഉണ്ടല്ലോ അത് എടുത്ത് ഇട്ടിട്ട് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം തന്നെ അത് നന്നായിട്ട് പുകയാൻ തുടങ്ങും. എന്നിട്ട് അപ്പാടെ നമ്മളത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ദമ്മെല്ലാം പൊട്ടിച്ച ശേഷം നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ആ ഒരു മന്തിയുടേതായിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ആ സമയത്ത് നമ്മൾ ചിക്കൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു പാത്രത്തിലേക്ക് മുഴുവനായിട്ടും എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള റൈസ് മൊത്തത്തിൽ ആ ഒരു ചിക്കൻ്റെ മസാല അതിനകത്തോട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ആ ഒരു മന്തിയുടെ ഫീല് കിട്ടുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ വീണ്ടും വെച്ച് കൊടുക്കുക. ശരിക്കും നമ്മൾ നന്നായിട്ട് കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫീല് നമുക്ക് മന്തി റെഡി. അങ്ങനെ മന്തിയും മന്തിയുടെ കൂടെ കഴിക്കാനുള്ള സൈഡ് ഡിഷുകളും എല്ലാം റെഡിയാക്കി നമ്മൾ മന്തി സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിക്കും പറയാമല്ലോ ഇതിനു മുമ്പ് ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും കിടലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മാള് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് മറ്റുള്ളവർ കഴിച്ച് അടിപൊളിയാണ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മാളുവിൻ്റെ ആ ഒരു റെസിപ്പി ഉണ്ടാക്കി വിജയിച്ച് അത് കഴിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പം ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു മയോണൈസും അതുപോലെ ആ ചട്നിയും ആ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ തന്നെ ആഹാ
ഒന്നുകൂടെ ഉണ്ടാക്കി പരീക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മന്തി അടിപൊളിയായിട്ട് കഴിച്ചു. ഇത്രയ്ക്ക് ഈസിയായി ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്യണം.